ചെറുവട്ടൂരിലെ ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറിയിൽ EMS സ്മാരക പ്രഭാഷണം നടത്തി. ഡോക്ടർ TS ശ്യാംകുമാർ ആയിരുന്നു പ്രഭാഷകൻ. ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറിയിൽ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചാണ് EMS സ്മാരക പ്രഭാഷണം സംഘടിപ്പിച്ചത്. ഡോക്ടർ TS ശ്യാംകുമാർ നവോത്ഥാന കേരളം ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. കാരണം കേരളത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജാറാം മോഹൻ റോയോ ദയാനന്ദ സരസ്വതിയോ വിവേകാനന്ദനോ കണ്ടതുപോലെയല്ല കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ സാമൂഹ്യ പുരോഗതിയെ സംബന്ധിച്ചുള്ള ആശയാവലികൾ പങ്കുവച്ചത്, പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം അത് അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നതാണ് കേരളത്തിൻ്റെ നവോത്ഥാനം എന്നുള്ളത്. മുകളിൽ നിന്ന് താഴോട്ട് വന്ന് നടന്ന ഒരു പ്രക്രിയ അല്ല. ബംഗാളിനെ സംബന്ധിച്ച് കാണുകയാണെങ്കിൽ അത് മുകളിൽ നിന്ന് സവർണ ജനവിഭാഗത്തിൽപ്പെട്ട ദയാനന്ദനും അതുപോലെ തന്നെ വിവേകാനന്ദനും കായസ്ഥനായിട്ടുള്ള വിവേകാനന്ദനും സവർണനായ രാജാറാം മോഹൻ റോയും ഒക്കെ ചേർന്നിട്ടാണ് ഈ നവോത്ഥാന പ്രക്രിയ നടത്തുന്നതെങ്കിൽ കേരളത്തിൽ സവർണ ജനവിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒന്നല്ല കേരളത്തിലെ നവോത്ഥാന പ്രക്രിയ എന്ന് പറയുന്നത്. അത് അടിത്തട്ട് ജനതയിൽ നിന്നാണ് ഈ നവോത്ഥാന പ്രക്രിയ ഉയർന്നു വന്നതെന്നുള്ളതാണ് കേരളത്തിലെ നവോത്ഥാന പ്രക്രിയയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സവിശേഷത. ലൈബ്രറി പ്രസിഡന്റ് MM കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസ് രാധാകൃഷ്ണൻ, KA യൂസഫ്, KE ഹസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ സമ്മേളനം അമർഷം രേഖപ്പെടുത്തി. മരണം വരിച്ചവർക്ക് അനുശോചനവും രേഖപ്പെടുത്തി. GTV ന്യൂസ്